നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. വടക്കഞ്ചേരി അപ്ഡേഷൻ്റെ ഇന്നത്തെ വാർത്ത ചെയ്യുന്നത് പ്രിയ സുഹൃത്തിലെ വടക്കഞ്ചേരി പഞ്ചായത്തിലെ UDF നേതൃത്വത്തിൻ്റെ ഒപ്പമാണ്. ശക്തമായൊരു പോരാട്ടം നടക്കുന്ന ഒരു പഞ്ചായത്താണ് വടക്കഞ്ചേരി പഞ്ചായത്ത്. നമുക്കറിയാം, ഈ ഒരു ഹോം ടൗൺ തന്നെയാണ്. ഏകദേശം ഒരു 6 പഞ്ചായത്തുകളുടെ ആളുകൾ വന്നു പോകുന്നൊരു പ്രധാനപ്പെട്ട ഒരു ടൗൺ തന്നെയാണ് വടക്കഞ്ചേരി പഞ്ചായത്ത്. അപ്പോൾ ഡിസംബർ 11-ാം തീയതി ഓരോ വിരലുകളും ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസം ഏതാനും ദിവസങ്ങൾക്കകം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചോദിച്ചറിയാം, നമുക്ക് ഇവിടുത്തെ UDF നേതൃത്വം നമ്മുടെ ഒപ്പമുണ്ട്. എന്താണ് പറയാനുള്ളത്? അതല്ലെങ്കിൽ പഞ്ചായത്തിൽ ഓരോ വീടുകളിൽ കയറുമ്പോഴും എന്താണ് ജനങ്ങളുടെ അഭിപ്രായമെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമ്മൾക്കേവർക്കറിയാം, 3 പതിറ്റാണ്ടിലധികമായി LDFൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഒരു ഭരണസമിതിയാണ് വടക്കഞ്ചേരി പഞ്ചായത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളായ റോഡ്, വെള്ളം, വെളിച്ചം, ഈ അത്യാവശ്യ കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് CPMൻ്റേത്. ഇപ്പോൾ ഈ വാർഡിൽ, ഇപ്പോൾ 15-ാം വാർഡിലെ പുളമ്പറമ്പ് ഇറങ്ങുന്ന ഭാഗത്ത് പോലും സൈക്കിളിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്തത്ര കുഴികളും മറ്റും, അത് നിങ്ങൾക്ക് പോയി നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതുപോലെ നമ്മുടെ വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും റോഡുകളിൽ കുഴികളായി, വലിയ വലിയ ഗർത്തങ്ങളായി തന്നെ, നമ്മുടെ ഹൈവേ അടക്കമുള്ള റോഡുകൾ പോലെ തന്നെ ഉൾപ്രദേശങ്ങളിലുള്ള റോഡുകളും അതുപോലെ തന്നെയാണ്. കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന പല പ്രദേശങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ആര്യങ്കടവ് ഒരു ഡംപിങ് യാർഡ്, ഇത്ര വർഷങ്ങളായി ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോടിക്കണക്കിന് രൂപ ഫണ്ട് വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ഗുണവുമില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള അസുഖങ്ങൾ ധാരാളം വരുന്നുണ്ട്. ഇതെല്ലാം ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് മൂലമാണ്. എന്നാൽ ഇപ്പോൾ വേറൊന്നും നോക്കുക, ഈ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിച്ചു കൊണ്ടുപോകുന്നത് മുഴുവൻ ഇത് ഫലപ്രദമായി ഉപയോഗിക്കുവാനോ കൊണ്ടുപോകാനോ യാതൊരു സംവിധാനങ്ങളുമില്ലാതെ റോഡരികിൽ വീട്ടിൽ നിന്ന് സംഭരിച്ച മാലിന്യം റോഡരികിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അവിടെ നിന്ന് പിന്നെ മറ്റേ മൃഗങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെയോ നായമ്പട്ടി പോലുള്ളതെല്ലാം വലിച്ചിട്ട് റോഡിൽ തന്നെ വീണ്ടും പോവുകയാണ്. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിക്കുന്നത് അവിടെ തന്നെ വലിച്ചിടുന്ന ഒരു അവസ്ഥയാണ്. ഒരു ഉത്തരവാദിത്വവും ഈ ഭരണസമിതിക്കില്ല. പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ഇപ്പോൾ ഇത്തവണ വടക്കഞ്ചേരി പഞ്ചായത്ത് UDFൻ്റെ സംവിധാനം അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടം ജനങ്ങൾ തന്നെ നടത്തുന്നുണ്ട്, പാർട്ടിയല്ല. ജനങ്ങൾ തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി അവസാനിപ്പിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള വികാരം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങൾ തന്നെ ഈ ഭരണസമിതിയെ തിരിച്ചിറക്കുമെന്നുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ CPMൻ്റെ കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പല ആളുകൾ, CPMനൊപ്പം നിന്ന വർഷങ്ങളായി ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പലരും ഇന്ന് ആ LDF സംവിധാനത്തോട് വിട ചൊല്ലി ഇന്നിപ്പോൾ UDFനെ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി മേഖലകളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആ വലിയൊരു വിഭാഗവും CPMൽ തന്നെയുള്ള വലിയൊരു പടലപ്പണക്കം നടക്കുന്നുണ്ട്. ഒരു നിശബ്ദ വിപ്ലവം അവരുടെ പാർട്ടിയിൽ നടക്കുന്നുണ്ട്. ആ വിപ്ലവം എല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് UDFന് അനുകൂലമായി വരും. ഇത്തവണ വടക്കഞ്ചേരി പഞ്ചായത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ചിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയുണ്ട് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ? ഇപ്പോൾ നമ്മൾ ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ വീടുകളിൽ കയറുമ്പോൾ അവരുടെ ഒരു പോസിറ്റീവ് എനർജി അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. സ്വീകാര്യത, അതായത് ഞങ്ങൾ സ്ഥാനാർത്ഥി പരിഹരണം, അതുപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കുമ്പോഴും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കയറി ഇരുന്ന് ഉള്ളിൽ നമുക്ക് സ്വീകരിക്കുന്ന രീതി കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കഴിഞ്ഞ 16-ാം വാർഡ് തന്നെ ഇനി ഞങ്ങൾ ഇത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാവിധ ശക്തമായ ഒരു പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വടക്കഞ്ചേരി സംബന്ധിച്ചിടത്തോളം ടൗൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ട്രാഫിക് പരിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് പല വിഷയങ്ങളും പറഞ്ഞാലും ഈ ട്രാഫിക് പരിഷ്കരണം അത് നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ്. വൈകുന്നേരങ്ങളിലായാലും ശരി, ഒരു ക്ലീൻ സിറ്റി ആകണമെന്ന് വടക്കഞ്ചേരി പഞ്ചായത്ത് പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ വടക്കഞ്ചേരി പഞ്ചായത്തിൽ ക്ലീൻ സിറ്റി ആയിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന ഞങ്ങൾ UDF സംവിധാനം ഇപ്രാവശ്യം പഞ്ചായത്ത് പിടിച്ചെടുക്കുന്ന തന്നെ 100% വിശ്വാസം തന്നെ ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കുണ്ട് എന്നാണ് പറയാനുള്ളത്. നമസ്കാരം. എങ്ങനെയാണ് ഈ ഇലക്ഷൻ ചൂട്ട് പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ്സിന് KH നായിക്കൻ്റെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്ത് ഒരു പ്രാവശ്യം കിട്ടി. അന്ന് നടന്ന വികസനങ്ങൾ മാത്രമേ ഇന്ന് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുള്ളൂ. കാരണം നമ്മുടെ പ്രിയദർശിനി ബസ് സ്റ്റാൻഡ് അന്ന് കൊണ്ടുവന്നാണ്. അതേപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മലയോര മേഖലകളിൽ ഒരുപാട് റോഡുകളുടെ വികസനങ്ങൾ തന്നെ
ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അന്നത്തെ കാലത്ത് 1-ാം വാർഡ് എന്ന് പറയുന്ന മലയോര പ്രദേശമായ കണക്കന്തുരുത്തി, പത്തപ്പാറ, വല്ലാർകോട് ഈ ഭാഗങ്ങളിലെല്ലാം ഒരു കൊന്നത്തെങ്ങിൻ്റെ മുഴുപ്പിലുള്ള റോഡുകളും മറ്റുള്ള ഉണ്ടായിരുന്നു. ഈ 5 വർഷം കൊണ്ട് മാധവൻ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ വന്ന് അന്ന് ആ റോഡുകൾ ഇന്ന് നല്ല യോഗ്യമായ രീതിയിൽ ഇന്ന് നടത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാ മേഖലകളിലും അങ്ങനെ നടന്നിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ പോലുള്ള മാലിന്യങ്ങൾ അന്ന് കെട്ടിക്കിടക്കുവാൻ അന്നത്തെ ഭരണസമിതി തയ്യാറായിട്ടില്ല. അതൊക്കെ വേണ്ട രീതിയിൽ തന്നെ അപ്പം തന്നെ അതൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ സാംക്രമിക രോഗങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഇന്നത്തെ ഈ രോഗങ്ങളും ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് തോന്നുന്ന വഴിക്കൊക്കെ തന്നെ നമ്മുടെ ടൗണിൽ തന്നെ നമുക്ക് പോയി നോക്കിയാൽ കാണാം ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുക. അത് അവരിൽപ്പെട്ടിട്ടുള്ള പാർട്ടിക്കാരാണെങ്കിൽ തന്നെയും ഒരു വിവേചനപരമായ രീതിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന് പോലും നമ്മൾ പരാതി കൊടുത്താൽ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഇതൊക്കെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ ഈ പ്രാവശ്യം പ്രതികരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. വീടുകളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് പറയുന്നുണ്ട്, നിങ്ങൾ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം എന്തായാലും കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്ത് പിടിക്കുമെന്നുള്ള ശുഭവിശ്വാസം അവരുടെ വർത്തമാനത്തിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ധൈര്യമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കാൻ കോൺഗ്രസ് വിജയിച്ചു തന്നെ തീരും. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? പ്രവർത്തനങ്ങൾ കുഴപ്പമില്ല. ഞങ്ങൾക്കും വടക്കഞ്ചേരി പഞ്ചായത്ത് പിടിക്കണമെന്ന് ഏത് വീട്ടിൽ പോകുമ്പോഴും എല്ലാവരും പറയുന്നത് ഇപ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി കിട്ടാൻ പോണില്ല, ഇപ്രാവശ്യം പഞ്ചായത്ത് പിടിക്കുക തന്നെ വേണം എന്ന് പറയുന്നത്. പഞ്ചായത്ത് തിരിച്ചു പിടിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് UDF പ്രവർത്തകർ. നമുക്കറിയാം 20 വാർഡ് എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് 22 വാർഡായി മാറിയ ഈ സാഹചര്യത്തിൽ കനത്ത പോരാട്ടം തന്നെയാണ് പല വാർഡുകളിലും നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. വടക്കഞ്ചേരിയിൽ നിന്നാണ് UDF പ്രവർത്തകർക്കൊപ്പമാണ് അവരുടെ നിലപാടുകളാണ് നമ്മൾ കേട്ടത്. ഇതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെ അഭിപ്രായമായി നമ്മളുണ്ടാവും. വടക്കഞ്ചേരി അപ്ഡേഷനൊപ്പം രാഹുൽ വാണിയമ്പാറ.